ഏവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് പാർട്ടികളിൽ ഒന്നായ ലേബർ പാർട്ടിയെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ അത്യാവശ്യമെന്ന് തോന്നുന്ന പോയിന്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ലേബർ പാർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസർവേറ്റീവ് പാർട്ടിയോട് അതിൻ്റെ അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ലീഡിംഗ് പാർട്ടി ആയിട്ടാണ് ഈ ലേബർ പാർട്ടി അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഇത് ആരംഭിച്ചത് 1906-ലാണ്. 1906 ഈ ലേബർ പാർട്ടി ഉദയം ചെയ്തപ്പോൾ ഇത് വളരെയധികം ചെറിയ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നുവെങ്കിലും പിന്നീട് ഇത് വളരെയധികം വളരുകയും 1922 കാലഘട്ടം ആയപ്പോഴേക്കും ബ്രിട്ടനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ രണ്ടാമതായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ലേബർ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയോളജി എന്ന് പറയുന്നതിന് സോഷ്യലിസമാണ്. അതായത് ഈ ലേബർ പാർട്ടി സോഷ്യലിസത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തന ആശയങ്ങളാണ് ഈ ലേബർ പാർട്ടി അംഗങ്ങളെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മാത്രവുമല്ല, ഈ ലേബർ പാർട്ടി പ്രധാനമായിട്ടും വിശ്വസിച്ചിരുന്നത് ജനകീയ ഉടമസ്ഥതയിലും അതുപോലെ തന്നെ ഉൽപാദന മാർഗങ്ങളുടെ ജനകീയ നിയന്ത്രണത്തിനുമെല്ലാമാണ് ഈ ലേബർ പാർട്ടി കൂടുതലായിട്ടും വിശ്വസിച്ചിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും സോഷ്യലിസം എന്ന ആശയത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തുടക്ക കാലഘട്ടങ്ങളിൽ 1906-ലാണ് ഈ ലേബർ പാർട്ടി UK ഉദയം ചെയ്തത്. തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് 1922 കാലഘട്ടമായപ്പോഴേക്കും ബ്രിട്ടനിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടികളുടെ രണ്ടാമതായിട്ട് മാറുവാനും ഈ ലേബർ പാർട്ടിക്ക് സാധിച്ചു. മാത്രവുമല്ല, ഈ ലേബർ പാർട്ടിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് തന്നെ പാർലമെൻ്ററി രീതികളും അതുപോലെ തന്നെ സാവധാനമുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇതാണ് ഈ ലേബർ പാർട്ടിയുടെ പ്രൈമറി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് തന്നെ. സോഷ്യലിസത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും അതുപോലെ തന്നെ ജനകീയ ഉടമസ്ഥതയിലും അതുപോലെ തന്നെ ഉൽപാദന മാർഗങ്ങളുടെ ജനകീയ നിയന്ത്രണത്തിലും വിശ്വസിച്ച ഒരു പാർട്ടിയാണ് ലേബർ പാർട്ടി. അതുകൊണ്ട് തന്നെ ജോലി, തൊഴിൽ, അതുപോലെ തന്നെ വേതന വ്യവസ്ഥ, അതുപോലെ വിദ്യാഭ്യാസം, അതുപോലെ തൊഴിൽ സമയത്ത് ആവശ്യമായ വിശ്രമം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്കെതിരെയുള്ള നടപടികൾ, കൂടാതെ ഇൻഷുറൻസ് ഇവയെ സംബന്ധിച്ച അനുകൂലമായ എല്ലാ തത്വങ്ങളിലും ലേബർ പാർട്ടി ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ലേബർ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന് സാമൂഹ്യ പരിഷ്കരണം അതുപോലെ തന്നെ അഭിവൃദ്ധി എന്നീ രണ്ട് ആശയങ്ങൾക്കാണ്. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. കൺസർവേറ്റീവ് പാർട്ടി സാമൂഹ്യ ക്ഷേമ രാഷ്ട്രം അതുപോലെ തന്നെ വ്യക്തിമഹത്വവാദം തുടങ്ങിയ ആശയങ്ങൾക്കെല്ലാമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ക്ഷേമ രാഷ്ട്രമാണ് ലിബറൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഈ ലേബർ പാർട്ടി ബ്രിട്ടനിൽ പ്രാധാന്യം കൊടുക്കുന്നത് സാമൂഹ്യ പരിഷ്കരണം അതുപോലെ തന്നെ അഭിവൃദ്ധി എന്നീ രണ്ട് ആശയങ്ങൾക്കാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ UK കൺസർവേറ്റീവ് പാർട്ടിയോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് 1906-ലാണ് ഇത് ഉദയം ചെയ്തതെന്ന്. തുടർന്നിത് ഈ ലേബർ പാർട്ടി പെട്ടെന്ന് വളരുകയും 1922 UK തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ രണ്ടാം സ്ഥാനത്തെത്തുകയും ഉണ്ടായി. തുടർന്ന് 1926 മക്ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ ഈ പാർട്ടി അധികാരത്തിൽ വരികയുണ്ടായി. ഈ പാർട്ടിയുടെ നേതാവിനെ പറ്റി പറയുകയാണെങ്കിൽ 1924 കാലഘട്ടങ്ങളിൽ റാംസേ മക്ഡൊണാൾഡാണ് ഈ ലേബർ പാർട്ടിയുടെ ആദ്യത്തെ നേതാവായി മാറിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടി നിലവിൽ വന്ന ഒരു പാർട്ടിയായിട്ടാണ് ഈ ലേബർ പാർട്ടിയെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടി നിലവിൽ വന്ന പാർട്ടിയാണ് ലേബർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭരണ കാലഘട്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ലേബർ പാർട്ടി 1997 കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ 2010 ഇടയിൽ UK ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ ദേശീയ ഗവൺമെൻറ്റായിട്ട് ഇത് നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിൽ അംഗസംഖ്യയെ പറ്റി പറയുകയാണെങ്കിൽ തുടക്കത്തിൽ ഈ ലേബർ പാർട്ടിയിൽ 179 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് 2001 കാലഘട്ടങ്ങളിൽ 167 അതുപോലെ തന്നെ 2005 66 ഇതിൽ അംഗസംഖ്യ കുറയുകയുണ്ടായി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലേബർ പാർട്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓൾഡായിട്ടുള്ളൊരു മെറ്റീരിയൽസ് റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാം പർപ്പസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ട് എങ്കിൽ ക്ഷമിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ.